യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. യഹോവ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. യഹോവയുടെ വലങ്കൈയും യഹോവയുടെ വിശുദ്ധ ഭുജവും യഹോവയ്ക്ക് ജയം നേടിയിരിക്കുന്നു. യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചു. ജാതികൾ കാണുകെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നു പകൽ ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവം പ്രവർത്തിച്ച അത്ഭുതം അത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ, ശാപങ്ങളെ, രോഗങ്ങളെ എല്ലാം തൻ്റെ പുത്രനായ യേശുവിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട മരണശിക്ഷയെ പുത്രൻ തമ്പുരാൻ ഏറ്റുവാങ്ങിക്കൊണ്ട്, പാപത്തിൻ്റെ ശമ്പളത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മെ പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ പാപത്തെയും മരണത്തെയും ജയിച്ച് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതം. ഇന്ന് പകൽ നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിച്ചാൽ, ദൈവവചനം പറയുന്നു, യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചിരിക്കുന്നു. ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്. യഹോവ തൻ്റെ നീതിയെ ജാതികൾ കാണുക വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ നീതിയല്ല, ദൈവം സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ നീതിയാണ്. തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് പകരമായി ക്രൂശിൽ തകർത്ത് കളഞ്ഞതിലൂടെ ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർക്കാണ് ഈ അത്ഭുതം കാണാൻ കഴിയുന്നത്? ആർക്കാണ് ഈ ദൈവപ്രവൃത്തിയുടെ നന്മ അനുഭവിക്കാൻ കഴിയുന്നത്? ഇന്നു പകൽ യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ആരാണോ വിശ്വസിക്കുന്നത്, അവരെ ദൈവം ഇന്ന് പകൽ രക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ഇന്ന് പകൽ രക്ഷിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ നീതീകരിക്കാൻ പോവുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ഈ ഭൂമിയിലെ സകല ജനങ്ങളെയും നോക്കി സാക്ഷ്യപ്പെടുത്തിയ ദൈവം തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ നീതീകരിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവം പ്രവർത്തിച്ച ആ അത്ഭുത പ്രവൃത്തിയുടെ നന്മ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിനടുക്കാതെ വണ്ണം, ശത്രു നിങ്ങളെ തൊടാതെ വണ്ണം ദൈവം നിങ്ങളെ മറയ്ക്കുന്ന പകലാണ്. എത്ര പേർ ഈ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതെങ്ങനെയാണ് ലഭിച്ചത്? നാം വിശ്വസിച്ചപ്പോഴാണ്. എത്ര പേർ ഈ അത്ഭുതത്തിൽ വിശ്വസിക്കും? ഇതാണ് അത്ഭുതം. ഇതാണ് അത്ഭുതം. മരണത്തെ മാറ്റി നമുക്ക് നിത്യജീവൻ നൽകിയ അത്ഭുതം. ഈ ഭൂമിയിലെ രോഗത്തിന്, ദുഃഖത്തിന്, ദാരിദ്ര്യത്തിന്, കഷ്ടതയ്ക്ക് ഈ നന്മയെ കവർന്നെടുക്കുവാൻ സാധ്യമല്ല. ഇത് ദൈവം ക്രൂശിൽ നമുക്ക് നൽകിയ അത്ഭുതമാണ്, നന്മയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.